സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. വെടിനിർത്തൽ കരാർ ഏകദേശം ഒരാഴ്ചയോളമാവുന്നു. ബന്ധി കൈമാറ്റം പൂർണ്ണമായിട്ടില്ല. ജീവനുള്ള 20 ആളുകളെ കൈമാറിയെങ്കിലും ശവശരീരങ്ങളിൽ 4 എണ്ണം മാത്രമേ ഇതുവരെ കൈമാറിയിട്ടുള്ളൂ. അതോടെ ഇസ്രായേൽ നിലപാട് കടുപ്പിച്ചു. ഇത് വെടിനിർത്തൽ കരാറിന്റെ ട്രൂസിന്റെ വയലേഷനാണ്. ഒറിജിനൽ കരാർ പ്രകാരം മുഴുവൻ ബന്ധികളെയും, അത് ജീവനുള്ളതും മരിച്ചതുമായിട്ടുള്ള മുഴുവൻ ബന്ധികളെയും വിത്തിൻ നോ ടൈം, കരാർ പ്രാബല്യത്തിൽ വന്നാൽ 72 മണിക്കൂറിനുള്ളിൽ, അത് കഴിഞ്ഞ തിങ്കളാഴ്ച 12 മണിക്ക് അവസാനിച്ചതാണ്, അതിനുള്ളിൽ കൈമാറുമെന്നായിരുന്നു കരാർ. ജീവനുള്ള ആളുകളെ കൈമാറി, പക്ഷേ ശവശരീരങ്ങൾ കൈമാറുന്നത് വൈകിപ്പിച്ചു. പിന്നീട് 4 ശവശരീരങ്ങൾ കൈമാറി. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഗാസയിലേക്ക് വരുന്ന എയ്ഡ് മെറ്റീരിയൽസിന്റെ ലോറികളുടെ എണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചു. അവർ പറഞ്ഞു 600 ലോറികളാണ് അനുവദിച്ചിരുന്നത്, ഇനി 600 വിടാൻ പറ്റില്ല, 300 ഉള്ളൂ. അപ്പം ഇനിയും കൈമാറിയെങ്കിൽ 300 എന്നുള്ളത് 150 ആവും, ആ 150 എന്നുള്ളത് പിന്നീട് 50 ആവും, പിന്നെ ഇല്ലാതാവും. അതുകൊണ്ട് എത്രയും വേഗം ബാക്കിയുള്ള ശവശരീരങ്ങൾ കൈമാറുക. അപ്പം ഇസ്രായേൽ ബലം പിടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ 4 ശവശരീരങ്ങൾ കൂടി റെഡ് ക്രോസിന് ഈ ബുധനാഴ്ച കൈമാറിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു ശവശരീരം ഇസ്രായേലിന്റെ കയ്യിലെത്തിയിട്ടുണ്ട്, ബാക്കി 3 എണ്ണം കൂടി റെഡ് ക്രോസിന്റെ കയ്യിലെത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ 8 ശവശരീരങ്ങൾ തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഇനിയും 19 ശവശരീരങ്ങൾ കൂടിയാണ് കിട്ടാനുള്ളത്. ഒരു ഡെഡ് ബോഡിയുടെ കാര്യത്തിൽ മാത്രം ഒരു ആംബിഗ്വിറ്റി നിലനിൽക്കുന്നുണ്ട്. അത് അവർ പിടിച്ചുകൊണ്ട് പോയ ആളല്ല എന്നാണ് അവർ പറയുന്നത്, പക്ഷെ ആള് മിസ്സിംഗ് ആണ്. അപ്പം ആ ആളെവിടെ എന്നുള്ള ചോദ്യം അത് ആദ്യം മുതൽ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ ബന്ധികളുടെ വേറെ ബോർഡ്സിനെ കുറിച്ച് IDF-ന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു എന്നുള്ളതാണ്. 20 ബന്ധികൾ ജീവനോടെ ഉള്ളവരുടെ ലിസ്റ്റ് ഇസ്രായേൽ പലതവണ പുറത്തുവിടുകയും അത് UN സമ്മേളനത്തിൽ നെതന്യാഹു വായിക്കുകയും ചെയ്തതാണ്. എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് ഇവരുടെ കയ്യിൽ ജീവനോടെ ഉള്ളത്, അത് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഇസ്രായേൽ കൃത്യമായി അറിയാമായിരുന്നു. പക്ഷെ മോചിപ്പിക്കാൻ സാധിക്കാതെ പോയത് ഇവര് ഈ ബന്ധികളുമായി തുരങ്കത്തിൽ താമസിക്കുകയാണ്. അപ്പൊ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേൽ അവരെ മോചിപ്പിക്കാൻ ശ്രമിച്ചാൽ ആ തുരങ്കം അടക്കം തകർത്ത് അവർ ആ ബന്ധികളെ കൊന്നുകളയുമായിരുന്നു. അപ്പൊ ആ ബന്ധികളുടെ മരണം ഒഴിവാക്കാൻ വേണ്ടി വളരെ അതീവ ശ്രദ്ധയോടെയാണ് ഇസ്രായേൽ മുന്നേറിക്കൊണ്ടിരുന്നത്. ബന്ധികളുള്ള ഒരു തുരങ്കങ്ങളെയും ഇസ്രായേൽ ആക്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇസ്രായേൽ തുരങ്കത്തിന് അടുത്തെത്തുമ്പോൾ വേറെ ഏതെങ്കിലും തരത്തിൽ അതിൽ നിന്ന് ബന്ധികളെ മോചിപ്പിച്ചേക്കാം എന്ന് വരുമ്പോൾ ഹമാസ ബന്ധികളുമായി വേറൊരു തുരങ്കത്തിലേക്ക് മാറുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരുടെ ഗാസ സിറ്റിയിൽ പിന്നീട് IDF പ്രവേശിക്കാൻ ബാക്കിയുള്ള പ്രദേശങ്ങളിലേക്ക് മാറ്റുക എന്നുള്ള തന്ത്രമാണ് ഹമാസ പയറ്റിക്കൊണ്ടിരുന്നത്. ഇപ്പൊ മുഴുവൻ ബന്ധികളെയും തിരിച്ചു കൊടുത്തു. ഇനി ശവശരീരങ്ങളാണ് കിട്ടാനുള്ളത്. അതിൽ ഇപ്പം 4 എണ്ണം കൊടുത്തു, ഇനി 4 എണ്ണം കൂടി ഇന്ന് ബുധനാഴ്ച കൊടുക്കും എന്ന് പറയുന്നു. 4 8 ഇപ്പം നെതന്യാഹു പ്രത്യേകം പറയുന്നത് ഇത് വൈകിപ്പിച്ചു കൊണ്ടാൻ പറ്റില്ല. ഇപ്പം ഈ ഹമാസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക്, ഇത് phase 1 എന്ന് പറയുന്ന വെടിനിർത്തൽ കരാറിന്റെ ഭാഗമാണ്. phase 1 ചെയ്യേണ്ടത് ബന്ദികളെ കൈമാറുകയും ഒരു ഡിമാർട്ട് ലൈനിലേക്ക് അല്ലെങ്കിൽ യെല്ലോ ലൈനിലേക്ക് IDF പിന്മാറുകയും ചെയ്യണം എന്നുള്ളതാണ്. IDF-ന്റെ പിന്മാറ്റം തിങ്കളാഴ്ച തന്നെ പൂർത്തിയായിരുന്നു. അവര് യെല്ലോ ലൈനിലേക്ക് പിന്മാറി. അതിന്റെ അടിസ്ഥാനത്തിൽ ബന്ദി കൈമാറ്റം തുടങ്ങി വെച്ചു. പക്ഷെ ബന്ദി കൈമാറ്റം വൈകിപ്പിക്കുകയാണ്. അപ്പൊ ബന്ദി കൈമാറ്റം വൈകിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ phase 1 വലിച്ചു നീട്ടുക എന്നാണ് ഹമാസ് ഉദ്ദേശിക്കുന്നത്. phase 1 വലിച്ചു നീട്ടുക വഴി ഹമാസ് പ്രതീക്ഷിക്കുന്ന നേട്ടം അവരുടെ ഡിസാർമമെന്റ്, അതായത് അവരെ നിരായുധവൽക്കരിക്കുക എന്നുള്ള 2ാമത്തെ ഫേസ്, അത് കുറച്ചും കൂടി നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും, അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു ശ്രമമാണ് ഹമാസ് നടത്തുന്നതെന്നാണ് ഇസ്രായേൽ ഇതിനെ കുറിച്ച് പ്രതികരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ചൊവ്വാഴ്ച അങ്ങേയറ്റത്തെ സമാധാനവും പ്രസംഗിച്ച്, തിങ്കളാഴ്ച അങ്ങേയറ്റത്തെ സമാധാനവും പ്രസംഗിച്ച് US-ലേക്ക് തിരിച്ചുപോയ ട്രംപിന് US ചെന്ന് ഇറങ്ങിയ ഉടനെ തന്നെ പറയേണ്ടി വന്നു, ഹമാസിനെ നിരായുധീകരിക്കാൻ വേണ്ടി വന്നാൽ ഞങ്ങൾ അക്രമം നടത്തുമെന്ന്. വി വിൽ യൂസ് വയലൻസ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്, ഫോഴ്സ് എന്നല്ല ഉദ്ദേശിച്ചത്. ശക്തി ഉപയോഗിച്ച് ഡിസാം ചെയ്യുമെന്നല്ല ഉദ്ദേശിച്ചത്, ഫോഴ്സ് വയലൻസ് ഉപയോഗിച്ച്, അക്രമം ഉപയോഗിച്ച് ഡിസാം ചെയ്യുമെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. വയലൻസ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളതെന്ന് ശ്രദ്ധേയമായിട്ടുള്ള സംഗതിയാണ്. അപ്പൊ അതില് ഹമാസ് അതിനിടയിലൂടെ അവരുടെ സഹജമായ സ്വഭാവം പുറത്തെടുക്കുന്നുണ്ട്. അവിടെ എത്തിയ വഴിക്ക് തന്നെ അവർക്ക് താല്പര്യമില്ലാത്ത ആളുകളെ ഓരോരുത്തരെയായിട്ട് നിരത്തി നിർത്തി വെടിവെച്ച് കൊല്ലുന്ന പരിപാടി അവർ തുടങ്ങിയിട്ടുണ്ട്. 7 പേരെ നിരത്തി നിർത്തി വെടിവെച്ച് കൊല്ലുന്ന വീഡിയോ അവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പൊ ഗാസ റീജിയണിൽ
ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ അരാജകത്വം വിതയ്ക്കുക എന്നുള്ള അവരുടെ നയം, അതുവഴി ആളുകളെ ഭീതിപ്പെടുത്തി തങ്ങളുടെ കാൽച്ചുവട്ടിൽ നിർത്തുക എന്നുള്ള തന്ത്രമാണ് ഹമാസ് ഇപ്പോൾ അവിടെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അവിടെ ഗോത്രങ്ങൾ തമ്മിലുള്ള ഫൈറ്റ്, ഹമാസും മറ്റ് ഗോത്രങ്ങളും തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നു. അതിന്റെ ഭാഗമായി 35ഓളം ആളുകൾ മരിച്ചു എന്നാണ് നമ്മുടെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് CNN പോലത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അവിടെ ആക്രമണം നടത്തിയ സമയത്ത് കൊല്ലപ്പെടുന്നതിന്റെ എത്രയോ ഇരട്ടി ആളുകൾ ദൈനംദിന അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഗാസയിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹമാസ് അവരുടെ ശക്തി അവിടെ റീ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി അവർ ആളുകളെ കൊന്നൊടുക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും സംശയമുള്ളവരോ അല്ലെങ്കിൽ അവരുടെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നവരോ ആയിട്ടുള്ള മുഴുവൻ ആളുകളെയും തങ്ങളുടെ ശക്തി ക്ഷയിച്ചു പോയിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താനായി പരസ്യമായി കൊന്നുകൊണ്ട് അവരവരുടെ സ്വഭാവം പുറത്തു കാണിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ കാണുന്ന സംഗതി. അതിനിടയിലൂടെ നെതന്യാഹു പറയുന്നുണ്ട്, ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങി മുഴുവൻ ഹമാസിന്റെ പ്രവർത്തകരും ഗാസയുടെ ഭരണവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിലും ഇല്ലാതാവുന്നത് വരെ യുദ്ധം തീരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ദ വാർ ഈസ് നോട്ട് ഓവർ, അതാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക്. യുദ്ധം കഴിഞ്ഞിട്ടില്ല. ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുകയും ഗാസയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഭരണത്തിൽ നിന്ന് നിയന്ത്രണത്തിൽ നിന്ന് ഹമാസ് പൂർണ്ണമായും വിട്ടുനിൽക്കുകയും ചെയ്യാതെ ഈ യുദ്ധം അവസാനിക്കുന്നില്ല, കോൺഫ്ലിക്റ്റ് അവസാനിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ ബാക്കിയാണ് ഇന്ന് ട്രംപ് US ചെന്ന് പറഞ്ഞത്, വേണ്ടി വന്ന വി വിൽ യൂസ് വയലൻസ് എന്നുള്ള വാക്കാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. വയലൻസ് എന്ന വാക്കാണ്, ഫോഴ്സ് എന്ന വാക്കല്ല അദ്ദേഹം ഉപയോഗിച്ചത്. പ്രത്യേകം ശ്രദ്ധേയമായ സംഗതിയാണ്. അതിനിടയിലൂടെ ഇസ്രായേലിന്റെ ഒരു മുൻ മിലിറ്ററി സ്പോക്സ് പേഴ്സൺ പത്രങ്ങളോട് സംസാരിച്ചത് മിക്കവാറും ഇത് യുദ്ധത്തിലേക്ക് തന്നെ എത്തേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത്, ആയുധം കയ്യിൽ പിടിച്ചുള്ള ഹമാസ് ഗാസയിൽ തുടരുന്നിടത്തോളം കാലം വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പട്ടാളം അവിടെ സമാധാന പാലനത്തിനായി പ്രവേശിക്കും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ഒരു ഡെത്ത് ട്രാപ്പിലേക്ക്, ഒരു മരണക്കുരുക്കിലേക്ക് ചെന്ന് കയറുവാൻ, അല്ലെങ്കിൽ തങ്ങളുടെ പട്ടാളങ്ങളെ ഒരു മരണക്കുരുക്കിലേക്ക് പറഞ്ഞയക്കുവാൻ ഒരു രാജ്യവും തയ്യാറാവുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ ഖത്തർ ആയിക്കൊള്ളട്ടെ, ഈജിപ്ത് ആയിക്കൊള്ളട്ടെ, ഈവൻ പാകിസ്ഥാൻ ആയിക്കൊള്ളട്ടെ, അവിടേക്ക് ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സിനെ അയക്കുമ്പോൾ കയ്യില് തോക്കുമായി നിൽക്കുന്ന ഹമാസിന് മുമ്പിലേക്കാണ് പീസ് കീപ്പിംഗ് ഫോഴ്സ് ചെയ്യുന്നത്. തങ്ങൾ ആയുധം താഴെ വെക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഈ ഫോഴ്സിന് നേരെ ആയുധം പിടിച്ചെടുക്കാൻ ചെന്നാൽ അവർ വെടിവെക്കുമെന്നുള്ള ഉറപ്പാണ്. അതായത് ഒന്നുകിൽ ഹമാസുമായിട്ട് അവർക്ക് യുദ്ധം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഹമാസിന്റെ വെടിയേറ്റ് അവർക്ക് മരിക്കേണ്ടി വരും. അപ്പം അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഏത് രാജ്യമാണ് ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സിന്റെ ഭാഗമായിട്ട് ആളുകളെ അവിടേക്ക് അയക്കുക എന്ന് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്നാണ് ഈ സ്പോക്സ് പേഴ്സൺ പറയുന്നത്. രണ്ട്, അങ്ങനെ ഒരു സാഹചര്യം നിലവിലുണ്ടായാൽ, ഈ വിടുതലത്തിൽ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇത് നീട്ടി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഫേസ് 1 നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, നിശ്ചയമായും ഹമാസ് ഇസ്രായേല് ആക്രമണം തിരിച്ച് തുടങ്ങേണ്ടി വരും. അതായത് മിലിറ്ററി ഓഫൻസീവ് തിരിച്ചു തുടങ്ങേണ്ടി വരും. അങ്ങനെ മിലിറ്ററി ഒഫൻസീവ് തിരിച്ചു തുടങ്ങുക എന്ന് പറഞ്ഞാൽ നേരത്തെ നടന്ന മിലിറ്ററി ഒഫൻസീവ് ആവില്ല ഇനി നടക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം 20 ജീവനുള്ള ബന്ധികളെ തിരിച്ചു കിട്ടിയ സാഹചര്യത്തിൽ ഇനി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന നീക്കം എന്ന് പറയുന്നത് പഴയതുപോലത്തെ ഒരു നീക്കമാവില്ല. ടണൽസ് ബിക്കം ഡെത്ത് ട്രാപ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ടണൽസ് മരണത്തുരങ്കങ്ങളായി മാറും, മരണക്കെണികളായി മാറും. ഇസ്രായേൽ അതിനകത്തേക്ക് ബോംബുകളോ വിഷവാതകങ്ങളോ കടത്തിവിട്ട് പെട്ടെന്ന് അത് തകർക്കത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ കിടക്കും. കാരണം അവരുടെ ബന്ധികൾ അതിനകത്തില്ല. അവരുടെ ബന്ധികൾ അതിനകത്തുള്ള സമയത്ത് അവർ ഒരിക്കലും അത്തരം ഒരു കാര്യത്തിന് ശ്രമിക്കുകയില്ല. തങ്ങളുടെ ആയുധങ്ങൾ കൊണ്ട് തങ്ങളുടെ ആളുകൾ മരിച്ചു പോകരുത് എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് അവരൊരിക്കലും അത്തരം ഒരു കാര്യം ചെയ്യല. ഇവിടെ ഇപ്പം അവരുടെ ആളുകളെ മുഴുവൻ തിരിച്ചു കിട്ടിയ സാഹചര്യത്തിൽ ഒരു ഇസ്രായേൽക്കാരൻ പോലും ടണലിനകത്തില്ല എന്നുള്ള സാഹചര്യത്തിൽ ഹമാസ് അങ്ങേയറ്റം അപകടകരമായ ഒരു സിറ്റുവേഷനിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഈ സ്പോക്സ് പേഴ്സൺ പറയുന്നത്. അദ്ദേഹം പറയുന്നത്, വി വിൽ സിംപ്ലി ബ്ലോ ഓഫ് ദ ടണൽസ് ഒന്നിൽ പൊട്ടിത്തെറിപ്പിക്കും, അല്ലെങ്കിൽ വിഷവാതകങ്ങൾ കൊണ്ട് നിറയ്ക്കും. ആൻഡ് ടണൽസ് വിൽ ബിക്കം ഡെത്ത് ട്രാപ്പ്, ടണൽസ് ഡെത്ത് ട്രാപ്പായി മാറും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഖത്തറും ടർക്കിയും ഏതൊക്കെ തരത്തിലുള്ള നിറം മാറി കളിച്ചാലും ഖത്തറും ടർക്കിയും തന്നെയാണ് ഇറാന് വേണ്ടി ഈ ഹമാസിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇറാനിൽ നിന്ന് ആയുധ പരിശീലനം ലഭിക്കുമ്പോൾ ഖത്തറിൽ നിന്നും ടർക്കിയിൽ നിന്നും ഇവർക്ക് സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. കൂടാതെ പാകിസ്ഥാൻ പോലത്തെ രാജ്യങ്ങൾ ഇവർക്ക് മാൻ പവർ നൽകുന്നുണ്ട് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ആളുകൾ പോലും ഈ ഹമാസിന്റെ ഭീകരന്മാരെ വെടിവെച്ച് കൊന്നിട്ടതിനകത്ത് പാകിസ്ഥാൻ പേഴ്സണൽസ് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സൂചനയും അദ്ദേഹം തരുന്നുണ്ട്. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ തകരാറിലാവാതിരിക്കുന്നതിനു വേണ്ടി ഇത്തരം കാര്യങ്ങളൊന്നും ഇസ്രായേൽ പരമാവധി പുറത്തേക്ക് വിടാറില്ല. കാരണം കൂടുതൽ ആളുകൾ ഇതിനകത്ത് വലിച്ചടിച്ച് കൊണ്ടുവന്ന്
ഹമാസിനെന്തോ രാജ്യാന്തര ബന്ധങ്ങൾ വല്ലാതെ ഉണ്ട് എന്ന് ഒരു വാർത്ത പുറത്തുവിടാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കൂടാതെ അദ്ദേഹം പറയുന്നു, ഹമാസ് ഇവിടെ അല്ലെങ്കിൽ ലോകത്തിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ഫ്ലറിഷ് ചെയ്യും. കാരണം ഈ പുറത്തുവിട്ട 250 ജീവപര്യന്തം തടവുകാർ എന്ന് പറയുന്നത് കൊടും കുറ്റവാളികളാണ്. ഈ കൊടും കുറ്റവാളികളൊക്കെ തന്നെ ഹമാസിന്റെ പ്രവർത്തകരാണ്. അവര് ഒന്നുകിൽ ഭരിക്കുക അല്ലെങ്കിൽ കൊല്ലുക എന്നുള്ളത് വ്രതമാക്കിയിട്ടുള്ളവരാണ്. അവര് ഗാസയിലല്ലെങ്കിൽ വേറെയുള്ള സ്ഥലങ്ങളിൽ ഈ ഹമാസിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങളെ റീഗ്രൂപ്പ് ചെയ്യുകയും ഇസ്രായേലിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ അവർ അങ്ങേയറ്റം ബോധവാന്മാരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതിനിടയിലൂടെ വിറ്റ്കോഫും ജറേദ് കുഷ്ണറും നമ്മുടെ ട്രംപിന്റെ മരുമകൻ അവര് ഖലിൽ ഖയ്യ അടക്കമുള്ള ഹമാസിന്റെ 4 നേതാക്കളെ അവർ ഖത്തറിൽ വെച്ച് നേരിട്ട് കാണുകയുണ്ടായി, അവിടെ സംസാരിക്കുകയുണ്ടായി. അവരിൽ നിന്ന് നേരിട്ട് ലഭിച്ച ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അവസാന ഭാഗത്ത് ഇവർ കരാറൊപ്പിട്ടിരിക്കുന്നത്. അതായത് പൊളിറ്റിക്കൽ നേതൃത്വം, ഹമാസിന്റെ പൊളിറ്റിക്കൽ നേതൃത്വം ഹമാസിന്റെ ഭീകര പ്രവർത്തകരെ കൊണ്ട് ആയുധം താഴെ വെപ്പിക്കാം എന്ന് സമ്മതിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഈജിപ്തിന്റെയും ഖത്തറിന്റെയും ടർക്കിയുടെയും സേനാനായകന്മാരുടെയും ഇന്റലിജൻസ് മേധാവികളുടെയും രാജ്യത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെയും സാന്നിധ്യത്തിൽ ഹമാസിന്റെ പൊളിറ്റിക്കൽ നേതൃത്വത്തെ കൊണ്ട് ആ 20 പോയിന്റ്സും അംഗീകരിച്ചതിന് ശേഷം മാത്രമാണ് ട്രംപ് അവിടെ എത്തി അത് ഒപ്പിട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ട്രംപ് പറയുന്നത് ഹമാസ് ഡിസാം ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ വയലൻസ് ഉപയോഗിക്കും എന്ന് പറയുന്നത്. കാരണം പൊളിറ്റിക്കൽ നേതൃത്വം ഒരു ഉറപ്പ് തരുന്നു, പക്ഷെ അവരുടെ പട്ടാള നേതൃത്വം അല്ലെങ്കിൽ ആക്രമണ നേതൃത്വം, കൊള്ളക്കാരുടെ സംഘം അവരത് അനുസരിക്കാൻ തയ്യാറാവുന്നില്ല. അത്തരം ഒരു സാഹചര്യം വരുമ്പോൾ, ഡബിൾ സ്റ്റാൻഡേർഡ്സ് വരുമ്പോൾ നിശ്ചയമായും ഫോഴ്സ് ഉപയോഗിക്കാതെ വേറെ നിർബന്ധമൊന്നുമില്ല. തങ്ങളുടെ തന്നെ പൊളിറ്റിക്കൽ നേതൃത്വത്തെ അനുസരിക്കാൻ ഈ സായുധ വിങ് തയ്യാറാവാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ വയലൻസോടെ അക്രമപരമായി തന്നെ ഇടപെടേണ്ടി വരും എന്നാണ് ട്രംപ് പറയുന്നത്. നെതന്യാഹു നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, വേറെ ആരും ഇടപെടണ്ട, ആ പണി ചെയ്യാൻ ഞങ്ങൾക്കറിയാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അവരെ എങ്ങനെയാണ് ഡിസാം ചെയ്യിക്കേണ്ടത് നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ അത് ഞങ്ങൾക്കറിയാം എന്ന് അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം അവരുടെ ബന്ധുക്കളെ തിരിച്ചു കിട്ടി എന്നുള്ള ഒരു വലിയ സന്തോഷവും വലിയ ലെവറേജും വലിയ അഡ്വാൻറ്റേജും അവർക്കുണ്ട് എന്നുള്ളത് നിഷേധിക്കാനാവാത്ത ഒരു വസ്തുതയാണ്.